സൗദി അറേബ്യൻ ക്ലബ്ബുകൾക്ക് ഇപ്പോൾ വേണ്ടാത്ത താരങ്ങൾ ആരുമില്ല. വിനീഷ്യസ് ജൂനിയർ ടു അൽ അഹ്ലി, റോഡ്രിഗോ ടു അൽ ഹിലാൽ, അതുപോലെ മുഹമ്മദ് സലാ, അങ്ങനെ എല്ലാ താരങ്ങളും ഇപ്പോൾ സൗദി ലീഗിലെ ടീമുകളുമായിട്ട് ഉള്ളൊരു ബന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധം മീൻസ് അപ്ഡേഷനുകൾ, ഓരോരോ ന്യൂസുകളിൽ എല്ലാ താരങ്ങളും സൗദിയിലേക്ക് പോകുന്ന ഒരു മാതിരിയാണ് ഇപ്പോൾ ഉള്ള അപ്ഡേഷനുകൾ. ഇപ്പോൾ റോഡ്രിഗോക്ക് 300 മില്യൺ യൂറോയുടെ ഓഫർ റോഡ്രിഗോക്ക് മുന്നിൽ സൗദി ക്ലബ്ബ് അൽ ഹിലാൽ വെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 300 മില്യൺ യൂറോയുടെ ഓഫർ, 140 മില്യൺ യൂറോ അദ്ദേഹത്തിൻ്റെ വേജസ് ആയിട്ടും ആണ് അപ്ഡേഷനുകൾ വന്നിട്ടുള്ളത്. ഫാബ്രിസിയോ റൊമാനോ ഉൾപ്പെടെ ഈ ഒരു അപ്ഡേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓഫർ റോഡ്രിഗോ റിജക്റ്റ് ചെയ്തതായിട്ടുമുള്ള അപ്ഡേഷനുകളാണ് വരുന്നത്. ഏതായാലും അൽ ഹിലാലിൽ നെയ്മർ ജൂനിയർക്ക് പകരമായിട്ടാണ് റോഡ്രിഗോയെ അൽ ഹിലാൽ പരിഗണിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നമ്മളെ കാർലോസ് ആഞ്ചലോട്ടി ആൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞു. അതായത് റയൽ മാഡ്രിഡ് കളിക്കുന്ന ഒരു താരം സൗദി ലീഗിലേക്ക് പോകുകയോ, എനിക്ക് കുറച്ചൊക്കെ ഫുട്ബോളിനെ കുറിച്ച് അറിയാം എന്ന് കാർലോസ് ആഞ്ചലോട്ടി റയലിൻ്റെ പരിശീലകൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം വിനീഷ്യസ് ജൂനിയർ ടു അൽ അഹ്ലി എന്നുള്ള ന്യൂസ് വന്നപ്പോൾ അദ്ദേഹത്തോട് മാധ്യമങ്ങളോട് ഈ ഒരു അപ്ഡേഷനുമായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ സംഭവം അങ്ങനെ പറഞ്ഞതാണ്. റയലിലുള്ള ഒരു താരം സൗദി ലീഗിലേക്ക് പോകുകയോ, റോഡ്രിഗോയുടെ ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. റയലിൽ ഇപ്പോൾ റോഡ്രിഗോ മികച്ച ഫോമിലാണ്, അദ്ദേഹം ഇവിടെ ഹാപ്പിയാണ് എന്നൊക്കെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും സൗദിയിലേക്ക് ഇപ്പോൾ പോകാത്ത താരങ്ങൾ ആരും ഇല്ല. സല പോകുന്നുണ്ട്, വിനീഷ്യസ് പോകുന്നുണ്ട്, റോഡ്രിഗോ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ താരങ്ങളും സൗദിയിലേക്ക് പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ന്യൂസുകളും ഒക്കെയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്, ഇല്ലതും ഇല്ലാത്തതൊക്കെ ആയിട്ട്.